ഓൾ. അപ്പോൾ നമ്മുടെ മിഡ് ടേം എക്സാം ആയില്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദ മിസ്റ്റീരിയസ് പിക്ചർ, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, താജ് മഹൽ ആൻഡ് വി ആർ ദ വേൾഡ്. അതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ ആൻഡ് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ ഏത് ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ നിന്നാലും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന സംഭവമാണ് നറേറ്റീവ് അല്ലേ? ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും നറേറ്റീവ്സ് ആണ്. അപ്പോൾ ഒരു നറേറ്റീവ് എഴുതുമ്പം എന്തൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം? ഒന്ന്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പാടില്ല അല്ലേ? നമ്മൾ ഒരാളുടെ സ്റ്റോറി അതേപോലെ പറയല്ലേ? അപ്പം നമ്മളായിട്ട് അതിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യരുത്, ഒട്ടും മസാല ആഡ് ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യു ഡോണ്ട് ഗിവ് യുവർ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിൽ പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ സ്റ്റോറി തെറ്റിച്ച് പറയാനും പാടില്ല അല്ലെ? സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കിയിട്ട്, സാധാരണ ഈ ചിലർ സിനിമ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ പകുതി കഥ ആദ്യം പറയും, പിന്നെ പറയും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്റ്റോറി പോകരുത്. പകരം സ്റ്റോറി കറക്റ്റ് ഓർഡറിലായിരിക്കണം. നിങ്ങൾ ആ സ്റ്റോറിയുടെ ഓർഡർ തെറ്റിച്ച് പറയാൻ പാടില്ല. ആൻഡ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ ഒരു കണക്ഷൻ വേണം അല്ലേ? ഒരു ലോജിക്കൽ കണ്ടിന്യൂറ്റി വേണം, ഒരു ലോജിക്കൽ കണക്ഷൻ വേണം. അപ്പം ആ കണക്ഷൻ പോകാനും പാടില്ല. ഇനി നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുകയെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ടില്ലിൻ്റെ അപ്പിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് നമ്മൾ ആ അപ്പിയറൻസ് അതേപോലെ ആഡ് ചെയ്യാം, നിങ്ങൾക്കത് കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. You are till you narrate your experience at the palace of Archduke of Battenberg to your friend. അപ്പോൾ നിങ്ങൾ ടില്ലായിട്ട് നിങ്ങൾക്ക് നരേഷൻ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ആയിട്ട് നിങ്ങൾ ആ നരേഷൻ എഴുതാം. ആഫ്റ്റർ റീഡിങ് ദ മിസ്റ്റീരിയസ് പിക്ചർ നരേറ്റ് ദ സ്റ്റോറി ടു യുവർ ഫ്രണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ രണ്ട് ക്വസ്റ്റ്യൻസിലും നമുക്കറിയാം ക്യാരക്ടർ ആരാ? ആ സ്റ്റോറിയിലുള്ള ആളാണ് അല്ലേ? അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയണത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പറയാ അല്ലേ? അപ്പം അത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലും, ഇത് നിങ്ങൾ റീഡറാണ്, നിങ്ങൾ വായിച്ച കഥയിലെ സ്റ്റോറി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ടില്ലായിട്ടാണോ പറയാ? ആർച്ച്ഡ്യൂക്കായിട്ടാണോ പറയാ? അല്ല അല്ലേ, നിങ്ങളായിട്ടാണ് പറയാ. അപ്പം അത് തേർഡ് പേഴ്സൺ നരേറ്റീവിലും ആണ്. അതായത് ഹീ ഷീ ഇറ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പറയാം. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ I went there, I was having a bad day, അങ്ങനെയൊക്കെയാണ് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു നരേറ്റീവ് എഴുതാമെന്ന് നമുക്ക് നോക്കാം. You are till you narrate your experience at the palace of Archduke of Battenberg to your friend, prepare the likely narrative. അപ്പോൾ ആ ഒരു നരേറ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. I was wandering from courts to courts and reached the palace of Archduke of Battenberg. അപ്പോൾ ആരാ ഇതിൽ? യു ആർ ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ വേറെ ഇത് ഏതാ സ്റ്റോറി എന്നൊന്നും പറയണ്ട, നേരെ നിങ്ങൾക്ക് കഥയിലേക്ക് കിടക്കാം. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഈ സ്ഥലത്തേക്ക് പോവുമായിരുന്നു. അവിടെ നിങ്ങൾ ആരെ കണ്ടു? ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ കണ്ടു അല്ലേ? ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്ത് ചെയ്തു? നിങ്ങളുടെ അപ്പിയറൻസിനെ കളിയാക്കി. യെസ്, അത് നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മൾ ഫ്ലാൻഡേഴ്സ് എന്ന് വന്ന പെയിൻറ്റർ ആണ് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. ആൻഡ് നമ്മളെ ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്തേക്ക് വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് പോയി. യു ബിക്കെയിം ദ കോഡ് പെയിൻറ്റർ അല്ലേ? അപ്പോൾ ആ സ്റ്റോറിയിൽ സംഭവിച്ച കാര്യങ്ങൾ അതേ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോവുക, ഓർഡർ തെറ്റിക്കാതെ. അവിടുന്ന് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ഇംപ്രസ്ഡ് ആയി, അവിടുത്തെ കോഡ് പെയിൻറ്ററായി, ജെഫിന് ഫുഡ് കൊടുത്തു, ഇയാൾക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും വന്ന് ത്രെറ്റൻ ചെയ്തതിന് ശേഷം പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി സമയം ചോദിച്ചു. എന്നിട്ട് വരച്ചോ? പോർട്രേറ്റ് വരച്ചില്ല അല്ലേ? പകരം പറ്റിച്ചിട്ട് പോന്നു. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നരേറ്റീവിൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നരേറ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾ ആ സ്റ്റോറി അതേപോലെ പറയാണ് വേണ്ടത്. നിങ്ങൾ ഓർഡർ തെറ്റിക്കാൻ പാടില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ ആഡ് ചെയ്യാൻ പാടില്ല. എന്ന് മാത്രമല്ല, നിങ്ങളൊരു ലോജിക്കൽ കണ്ടിന്യൂറ്റി വെച്ചിട്ട് വേണം നമ്മുടെ നരേറ്റീവ്സ് എഴുതാൻ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഓണം എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ആരുടെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ടില്ലുണ്ട്, ആർച്ച്ഡ്യൂക്ക് ഉണ്ട്, ബോയ് ഉണ്ട്, ഓൾഡ് പ്രീസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ടില്ലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടിൽ ആരാണ്? ടിൽ അവിടുത്തെ മെയിൻ ക്യാരക്ടർ ആണല്ലേ? അപ്പം നമ്മൾ പറയും ടിൽ അവിടുത്തെ പ്രൊട്ടാഗനിസ്റ്റ് ആണ് എന്ന് നമ്മൾ പറയും. എന്നിട്ട് എവിടുത്തെ പ്രൊട്ടാഗനിസ്റ്റ് ആണ്? ആ സ്റ്റോറിയുടെ പേര് നമ്മൾ പറയും.
ആ സ്റ്റോറി എഴുതിയ ആളുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സ്റ്റോറി എഴുതിയ ആളുടെ പേര് കൊടുക്കുക കേട്ടോ, ഓഥറിൻ്റെ പേര് കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ഫസ്റ്റ് എവിടെ വെച്ചിട്ടാണ് കണ്ടത്, നിങ്ങൾക്ക് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി എന്താ അറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, വിത്ത് ആ പേഴ്സൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് പറയാം. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് ഫിസിക്കൽ അപ്പിയറൻസ് പറയാം. പിന്നെ അയാൾക്ക് എന്തൊക്കെ വ്യത്യാസം വന്നു അല്ലേ, അയാൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരില്ലേ, അപ്പോൾ ആ ചേഞ്ചസ് പറയാം. ആൻഡ് ഡിഡ് യു ലൈക്ക് ദ ക്യാരക്ടർ, അപ്പോൾ ആഡ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് വായിച്ചു നോക്കണം അല്ലേ. Till is the protagonist of the story, the mysterious picture. ആരാ എഴുതിയത്? ചാൾസ് ഡിക്കോസ്റ്റർ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുത്തല്ലോ. He is first shown in an appearance that attracts everyone's attention. പിന്നെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? Cap was set smartly on his head, 3 white feathers അല്ലേ, 3 bright feathers danced in the breeze. അതൊക്കെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്കറിയാം അവിടെ നല്ലൊരു കഴിവുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായി, അവിടുത്തെ റോയൽ കോർട്ട് പെയിൻറ്റർ ആയി അല്ലേ. അപ്പം അതും നമ്മൾ പറഞ്ഞു, ഫ്ലെമിഷ് പെയിൻറ്റർ ആണെന്ന് പറഞ്ഞു, കോർട്ട് പെയിൻറ്റർ ആയ കാര്യം പറഞ്ഞു. ഇതൊക്കെ ടില്ലിൻ്റെ ക്യാരക്ടറിൽ വന്ന ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് എല്ലാവരും ടില്ലിനെ വല്ലാണ്ട് എന്ത് ചെയ്തു, ത്രെറ്റൻ ചെയ്തപ്പോൾ ഉള്ള ടില്ലിൻ്റെ മാനസികാവസ്ഥ നമ്മൾ പറഞ്ഞു. ടിൽ അവിടെ ഫീസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തിനെ പറ്റിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, and in this way he was able to save himself from the fools in the palace. The character of Till is inspirational and funny and makes him my favorite character. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ എന്ത് പറഞ്ഞു, ടില്ലിൻ്റെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കാരണം ടിൽ എന്താണ്, നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പ്രിപ്പയർ ആയി വെക്കണം. ഈ 2 ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ടില്ലിൻ്റെ വേണം, ആർച്ച് ഡ്യൂക്കിൻ്റെ വേണം, ബോയുടെ വേണം, ഓൾ പ്രീസ്റ്റിൻ്റെ വേണം, ആൻഡ് പറ്റുമെങ്കിൽ ആരെയും കൂടെ ചെയ്യണം, നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിൻ്റെ. ഓക്കെ, ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് കൂടെ പ്രിപ്പയർഡ് ആവുക കേട്ടോ, ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് കൂടെ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് കോൺവെർസേഷൻസ്. കോൺവെർസേഷൻസ് ഒരു പോസിബിലിറ്റി ആണ് അല്ലേ. കോൺവെർസേഷൻസ് ആരൊക്കെ തമ്മിലാവാം, നമ്മുടെ ടില്ലും ജസ്റ്ററും തമ്മിലാവാം, ജസ്റ്ററും ആർച്ച് ഡ്യൂക്കും തമ്മിലാവാം, ടില്ലും ആർച്ച് ഡ്യൂക്കും തമ്മിലാവാം, ബോയ് ആൻഡ് ഫാദർ ആവാം, ഓൾ പ്രീസ്റ്റ് ആൻഡ് ദ ബോയ് ആവാം, ഇനി ടിൽ ആൻഡ് കോർട്ടിയേഴ്സ് തമ്മിലുള്ളതാവാം അല്ലേ, നമ്മുടെ ആക്ടിവിറ്റിയിൽ കൊടുത്തതുപോലെ. അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ 2 ചാപ്റ്റേഴ്സിലും. എന്തിന്? കോൺവെർസേഷന്. അപ്പോൾ നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓർത്ത് വെക്കണം? കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോറീൻ്റെ ആ ഒരു ഭാഗം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ആലോചിക്കുക ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ എന്ത് ഇമോഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ ടില്ലും ജസ്റ്ററും തമ്മിൽ സംസാരിക്കുക, എന്തായിരിക്കും ഇമോഷൻ? അല്ലെങ്കിൽ നമ്മുടെ ബോയും ഫാദറും കൂടെ ടെമ്പിളിൽ പോകുന്നതിൻ്റെ മുന്നത്തെ കോൺവെർസേഷൻ ആണെന്ന് വിചാരിക്കുക. ബോയ് ടെൻഷനിലായിരിക്കും അല്ലേ, ഫാദർ നന്നായിട്ട് ഉപദേശിക്കാൻ പറ്റിയൊരു മൂഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കോൺവെർസേഷൻ കൊണ്ടുപോവാം. അപ്പോൾ ദാ ഇവിടെ ശ്രദ്ധിക്കുക, ബോയ്, ഫാദർ ഐ എം സ്കെയർഡ് ടു ഗോ ടു ദ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഫാദർ പറയാണ് വാട്ട് ഹാപ്പൻഡ് ചൈൽഡ്. അപ്പോൾ എന്ത് പറ്റി മോനെ, എന്താ കാര്യം? അപ്പോൾ ഇതെന്താണ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഐ തിങ്ക് ഐ മൈറ്റ് നോട്ട് ബിക്കം എ ഗുഡ് ആക്കലൈറ്റ്. ഞാനൊരു നല്ല ആക്കലൈറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. യു ആർ അഫ്രെയ്ഡ് ഓഫ് ഡ്രോയിങ് കാറ്റ്സ് ആരൻറ്റ് യു. അപ്പോൾ അച്ഛൻ എന്ത് ചോദിക്കുകയാണ്? അച്ഛൻ എന്ത് ചോദിച്ചാലും അച്ഛൻ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ, ഇനി എന്ത് ചോദിക്കുക? ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുക. ഓക്കെ, യു ആർ അഫ്രെയ്ഡ് ഓഫ് ഡ്രോയിങ് കാറ്റ്സ് ആരൻറ്റ് യു. നിനക്ക് കാറ്റ്സിനെ വരയ്ക്കും എന്നുള്ള പേടിയാണല്ലേ. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. യെസ് ഫാദർ. ഇഫ് യു ട്രൈ ടു കൺട്രോൾ ഇറ്റ് യു വിൽ ബി ഫൈൻ. ഇഫ് വെച്ചിട്ടാണല്ലേ, അതെന്താ? ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, ആഹാ കൊള്ളാലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ്സ് ആഡ് ചെയ്തു, ഇഫ് ക്ലോസ് ആഡ് ചെയ്തു. ഐ വിൽ ട്രൈ ഫാദർ. You should be obedient too. You are cleverer than all your siblings. I know father. I will do my best. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ആഡ് ചെയ്യാം? എക്സ്ക്ലമേഷനും ആഡ് ചെയ്യാം. ഓക്കെ, എക്സ്ക്ലമേഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല ടൈപ്പ് സെൻറ്റൻസസ് ഇൻക്ലൂഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ക്വസ്റ്റ്യൻ ടാഗ്സ് ചോദിക്കുക, റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ഇഫ് ക്ലോസ് ആഡ് ചെയ്യുക, എക്സ്ക്ലമേഷൻസ് ആഡ് ചെയ്യുക,
പിന്നെ കോണ്ടെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്കുക കേട്ടോ. ഇവരുടെ ഫീലിങ്സ് എന്താവും ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ആ സ്ഥാനത്ത് സ്വയം നിന്ന് നോക്കുക. നിങ്ങൾ ഒരു അമ്പലത്തിലേക്ക് ഒരു ആക്വലൈറ്റ് ആയിട്ട് കൊണ്ടുപോവാണ്, നിങ്ങൾക്ക് അറിയില്ല അവിടുത്തെ ഒരു സിസ്റ്റം, നിങ്ങൾക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ്, ചെറിയൊരു പേടി ഉണ്ടാവില്ലേ, ആ ഫീലിങ്സ് വെച്ചിട്ട് ആ കോൺവെർസേഷൻ എഴുതുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ഇസ് ഡയറി എൻട്രി. ഓക്കെ, ഡയറി എൻട്രി നമ്മളൊക്കെ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഡയറി എൻട്രിയിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് നിങ്ങൾക്കറിയാം. ഡയറി എൻട്രി ആണെങ്കിൽ നമ്മൾ ഡേ കൊടുക്കും, നമ്മൾ ഡേറ്റ് കൊടുക്കും, നമ്മളൊരു സ്ട്രൈക്കിംഗ് ബിഗിനിങ് കൊടുക്കും അല്ലേ. പിന്നെ ഹീ ഷീറ്റ് വെച്ചിട്ടാണോ നമ്മൾ എഴുതുക? അല്ല, നമ്മൾ എന്ത് വെച്ചിട്ടാണ് എഴുതി തുടങ്ങാം? ഐ വെച്ചിട്ടാണ്. യെസ്, എൻ്റെ ഡയറി അല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതാം. ഇനി ഏത് ടെൻസിലാണ് നമ്മൾ എഴുതുക? പ്രസന്റിലാണോ, പാസ്റ്റിലാണോ, ഫ്യൂച്ചറിലാണോ? ഏത് ടെൻസിലാണ് എഴുതുക? പാസ്റ്റ് ടെൻസിലാണ് എഴുതുക. വെരി ഗുഡ്. അപ്പം നമ്മളത് പാസ്റ്റ് ടെൻസിൽ എഴുതും. പിന്നെ നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ്, എൻഡിൽ എന്ത് ചെയ്യുക? ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതുക കേട്ടോ. ഐ വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എഗെയിൻ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ടില്ല് പാലസിന് ഇറങ്ങി പോയതിന് ശേഷം ടില്ലിന് വേണമെങ്കിൽ ഡയറി എഴുതാം അല്ലേ. ജസ്റ്ററിന് വേണമെങ്കിൽ ഡയറി എഴുതാം. ആർച്ച് ഡ്യൂക്കിന് വേണമെങ്കിൽ ഡയറി എഴുതാം. പിന്നെ എല്ലാവരും ഭീഷണിപ്പെടുത്തിയപ്പോൾ ടില്ലിന് ഡയറി എഴുതാം. ബോയിനോട് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ബോയ്ക്ക് ഡയറി എഴുതാം. ആൻഡ് ഗോബ്ലിൻ റാറ്റിനെ കൊന്നതിന് ശേഷം ബോയ്ക്ക് ഡയറി എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. ഇനി നിങ്ങളിരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഇനിയും പോസിബിലിറ്റീസ് കിട്ടും അല്ലേ. അപ്പോൾ എല്ലാം കൂടി ഇരുന്ന് കാണാപ്പാഠം വായിച്ച് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ടില്ല് പാലസിന് ഇറങ്ങി കഴിയുമ്പോൾ ടില്ലിൻ്റെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആ ഫീലിങ്സ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറി എഴുതാം. പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഡയറി എഴുതുമ്പോൾ ഇൻഫോർമൽ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഇടാം. നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡേറ്റ് കൊടുത്തു, ഡേ കൊടുത്തു. ഓക്കെ, ചില സ്കൂളിൽ, ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഡിയർ ഡയറി എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയർ ഡയറി എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് വാസ് ഇൻഡീഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. നമ്മൾ എന്തിട്ടു? നമ്മൾ എക്സ്ക്ലമേഷൻ ഇട്ടു. അതിൻ്റെ അർത്ഥം എന്താ? Striking beginning. Yes, I can't believe I was thrown out of the temple for drawing cats. What will I tell my parents? അപ്പോൾ എന്തായി? I വെച്ചിട്ടാണ്. അപ്പോൾ എന്താ? ഫസ്റ്റ് പേഴ്സൺ ആയില്ലേ? യെസ്, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആയി. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആയി. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ കോൺവെർസേഷനിലും പറഞ്ഞു എന്ത് ആഡ് ചെയ്യാൻ? ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ. ഇവിടെ എന്ത് ആഡ് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. ഓക്കെ, they will scold me and would call me disobedient. I should have pleaded. ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ല. അതെന്താണ്? സെന്റൻസ് ഫ്രാഗ്മെന്റ്സ് ആണ്, ഇൻഫോർമൽ ലാംഗ്വേജ് ആണെന്ന് കാണിക്കുകയാണ് നമ്മൾ. ഓക്കെ, I don't know what will become of me. Why did the priest ask me to stick to small places at night? അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ ബോയുടെ മനസ്സിൽ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്തു. ആൻഡ് നമ്മൾ എല്ലാ പോസിബിലിറ്റീസും പറയുന്നുണ്ട്. പക്ഷേ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐ വിൽ നോട്ട് ഗോ ഹോം സിൻസ് ദർ ഇസ് എ ബിഗ് ടെമ്പിൾ ദേ മൈറ്റ് നീഡ് എൻ എക്കലൈറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ ഡു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരുപാട് ഫ്യൂച്ചർ ടെൻസും ഇതിൽ ആഡ് ചെയ്തു. പാസ്റ്റ് ടെൻസിലും നമ്മൾ എഴുതി. ഓക്കെ, പാസ്റ്റിലും എഴുതി. നമ്മൾ സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റ്സ് ഇട്ടു, നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്സ് ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറി എന്താ? പെർഫെക്റ്റ് ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇത് 4 നമ്മുടെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് മിഡ് ടേം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കറിയാമല്ലോ, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ഓക്കെ മാം എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.